ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് അല്ലെങ്കിൽ സ്ലട്ട് ഷേമിങ് ഒക്കെ കിട്ടുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. വേറെ ആരുമല്ല, ഹണി റോസ്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അവരുടെ വീഡിയോസോ അവരുടെ റീൽസോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് മാത്രം വായിച്ചാൽ മതി മലയാളി എത്രത്തോളം പ്രബുദ്ധരാണ് എന്നുള്ളതിന് തെളിവാണത്. നമുക്കിത് തന്നെയാണോ പണി? നമുക്ക് അവരുടെ ബോഡിയെ ഇങ്ങനെ അവഹേളിക്കാൻ എന്ത് അധികാരമാണുള്ളത്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ, എന്ത് അധികാരം, എന്ത് ലൈസൻസ്, ആരാണ് ഈ ലൈസൻസ് നമുക്ക് തന്നത്? അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഡ്രസ്സ് ചെയ്യുന്നു, അവരെ വിളിക്കുന്നിടത്തേക്ക് അവര് പോയി ഉദ്ഘാടനം നിർവഹിക്കുന്നു, ആരെയും ഒരു ഉപദ്രവമില്ലാതെ അവർ തിരിച്ചു വീട്ടിൽ വരുന്നു. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം അവഹേളനം അല്ലെങ്കിൽ ബോഡി ഷേമിങ് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാരാണ് മിക്കപ്പോഴും അവരുടെ ഉദ്ഘാടനങ്ങളിൽ അവരെ കാണാൻ വേണ്ടി എത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉദ്ഘാടനങ്ങൾ കൂടുതലുള്ളതും. ഈ കണ്ടിട്ട് പോയിരുന്ന് മാറിയിരുന്ന് തോന്നിയാസ്ത്രം പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ പലരും പറയും അവരത് ഇഷ്ടപ്പെടുന്നുണ്ടാവും, അവരെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അവരിനി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാർക്കറ്റ് ചെയ്താലും പോസിറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാർക്കറ്റ് ചെയ്താലും നമുക്ക് അവരെ ബോഡി ഷേമിങ് ചെയ്യാനുള്ള ഒരു അധികാരവും ആരും തന്നിട്ടില്ല. പിന്നെ അവരുടെ പുറകിലുള്ളത് വെച്ചുകെട്ടാണ്, സിലിക്കോണാണ് എന്ന് പറയുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ പുറകിലല്ലേ അവർ വെച്ച് കെട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ആരുടെയും പുറകിലല്ലല്ലോ. പിന്നെ ഇത് വെച്ചുകെട്ടലാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അവര് പറഞ്ഞോ? എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ? ഇനി അവർ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. ഞാൻ വീണ്ടും പറയാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു സാധനം ഇവിടെ വന്ന കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ? അവർ മിക്കപ്പോഴും പ്രധാനപ്പെട്ട, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ബോച്ചയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ബോച്ച അവരെ ബോഡി ഷേമിങ് നടത്തി. അപ്പോൾ അവർ മാനിപ്പുലേറ്റഡ് ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഖത്ത് ആ ചിരി, അവരാ ചിരിച്ച് പ്ലാസ്റ്റിക് ചിരിയായിട്ട് അവരവിടെ നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇയാൾ കാശ് കൊടുത്ത് വിളിച്ചിട്ടാണ് അവരവിടെ വന്നത്. അതിനർത്ഥം ഇയാൾക്ക് എന്ത് തോന്നിയ അസ്ത്രം പറയാമെന്നാണോ? അതുപോലെയല്ലേ നമ്മളും കാണിക്കുന്നത്. നമ്മൾ അവരെ കാണാൻ ചെന്നിട്ട് ഈ തോന്നിയാസ്ത്രങ്ങൾ മുഴുവനും അവരെക്കുറിച്ച് അവരുടെ വീഡിയോയുടെ അടിയിലും റീൽസിന്റെ അടിയിലും വന്നെഴുതുന്നു. അവർ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ പറയുന്ന, നിങ്ങൾ ജിമ്മിൽ പോകാറില്ലേ? ആണുങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ജിമ്മിൽ പോകാറില്ലേ? വർക്കൗട്ട് ചെയ്യാറില്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ ബോഡിയിൽ ജീവിക്കേണ്ടത് അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ. ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് അവരും അവരുടെ ബോഡിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും സ്ത്രീകളോട് ചോദിക്കട്ടെ, നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാറില്ലേ? നിങ്ങൾ വെളുക്കാൻ വേണ്ടി ക്രീം തേക്കാറില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് തേക്കാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് അവർക്കും ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചുകൂടാ? ഒരു കാലത്ത് ഈ ലിപ്സ്റ്റിക്കിനെതിരെ സംസാരിച്ച ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അവൾ എന്തിനാണ് ലിപ്സ്റ്റിക് ഇടുന്നത്, എന്തിനാണ് ചുരിദാർ ഇടുന്നത്, എന്തിനാണ് സ്ലിറ്റുള്ള ചുരിദാർ ഇടുന്നത്, ജീൻസ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ച ആൾക്കാരില്ലേ? നമ്മുടെ കണ്ണിൽ നമ്മളൊരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലതായിട്ട് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണെഴുതുമ്പോൾ നന്നായിട്ട് തോന്നുന്ന പോലെ അവർക്ക് ഇതും കൂടി യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ലതായിട്ട് തോന്നുന്നത്. എങ്കിലും പിന്നെ ഞാൻ പറയുകയാണ്, ഇത് യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്കോ എനിക്കോ അറിയത്തില്ല. നമ്മളിത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പിന്നെ നമ്മളങ്ങ് പറയുകയാണ് ഇത് യൂസ് ചെയ്യുന്നെന്ന്. യൂസ് ചെയ്താലും അത് അവരുടെ ഇഷ്ടമാണ്, യൂസ് ചെയ്തില്ലേലും അവരുടെ ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ബോഡി ഷേമിങ്ങോ സ്ലട്ട് ഷേമിങ്ങോ നടത്താൻ ഒരവകാശവും നമുക്കില്ല. അവരവിടെ വെച്ച് കെട്ടി വന്നിട്ടല്ലേ നമ്മൾ പറയുന്നത്. വെച്ച് കെട്ടി വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ അവകാശമില്ല. അതൊരു സത്യം തന്നെയാണ്. ആ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അവരൊരു നല്ല സ്ത്രീയാണ്. അവരാർക്കും ഒരു ദ്രോഹം ചെയ്തതായിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. നിങ്ങൾക്കും അവരൊരു ദ്രോഹം ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സംഭവം ഒരു പേഴ്സണൽ ഹ്യൂമിലിയേഷൻ ആണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുകയല്ല. പക്ഷേ അത് വേറൊരാളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നും അവർ മാനിപ്പുലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്ക്. എത്രത്തോളം മറ്റൊരാൾക്ക് വേദന കൊടുത്തിട്ടാണ് നിങ്ങൾ ഒരു ജോക്ക് ആസ്വദിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക. അപ്പോൾ ശരി.